ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയ കുറച്ചധികം പ്ലാന്റ്സുകൾ കണ്ടാലോ. 200ഓളം പ്ലാന്റ്സുകളാണ് ഇന്നത്തെ ഈ ഒരു ഓഫർ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈറ്റ് മാൻഡിവില്ല പ്ലാന്റ് ആണ്. വൈറ്റ് മാൻഡിവില്ല പ്ലാന്റ് 80 രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത്. നമ്മൾ കവറിൽ നന്നായിട്ട് വേരായ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് ബ്രോംലിയാർഡ് പ്ലാന്റ് ആണ്. ഇതുപോലെ ഡബിൾ ഷൂട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. 190 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന പിങ്ക് വെറോണിക്ക പ്ലാന്റ്. പിങ്ക് വെറോണിക്ക ഒരു സ്രബ് വെറൈറ്റിയാണ്. ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വെച്ച് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ്. അടുത്തതായിട്ട് ബ്ലൂ ഡേയ്സ് പ്ലാന്റ് ആണ്. എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ബ്ലൂ ഡേയ്സ്. കൂടുതൽ പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് സ്റ്റാർ ജാസ്മിൻ ആണ്. സ്റ്റാർ ജാസ്മിൻ്റെ ഡബിൾ പെറ്റലാണ്. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അല്പം കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് സ്റ്റാർ ജാസ്മിൻ. ഇത് സീസണലൊന്നും അല്ല. നെക്സ്റ്റ് വൺ വരുന്നത് ബേബി സൺറോസ് ആണ്. ബേബി സൺറോസിൻ്റെ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത്. ഒരുപാട് വലിയ പ്ലാന്റ് അല്ല, ചെറിയ ജിഫിയിൽ റൂട്ടാക്കിയ പ്ലാന്റ് ആണ് 30 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓവർ വാട്ടറിങ് ആവാതെ ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റ് കൂടിയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് കടമ്പ പ്ലാന്റ് ആണ്. ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് കുറേ ആയിട്ട് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കടമ്പ പ്ലാന്റ്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത്. ചില പ്ലാന്റൊക്കെ പൂവും മൊട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പ്ലാന്റ്സിലും തന്നെ നിങ്ങൾ പൂക്കൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. ചിലതിലൊക്കെ മൊട്ടായി തുടങ്ങിയിട്ടുണ്ട്. 90 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കനേഡിയൻ കൊന്നയാണ്. എല്ലാ സമയങ്ങളിലും 365 ദിവസവും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത്. അടുത്തതായിട്ട് നൺ ഓർക്കിഡാണ്. നൺ ഓർക്കിഡിൻ്റെ ഒരു കളറാണ് നമ്മളെടുത്തിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ പൂവുള്ള പ്ലാന്റ്സ് അല്ല അയച്ചു തരുന്നത്. കൂടുതൽ പരിചരണമൊന്നുമില്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് നൺ ഓർക്കിഡ്. ഒരുപാട് പരിചരണമില്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഓർക്കിഡ് വെറൈറ്റിയാണ് ഡാൻസിങ് ഗേൾ. ഇതുപോലെ കുലകുത്തി പൂവുണ്ടാവുന്ന ഒരു വെറൈറ്റി കൂടിയാണിത്. പോട്ടിൽ മാത്രമല്ല, നമുക്കൊരു മരത്തടിയിലൊക്കെ കെട്ടിവെച്ച് വളർത്താം. അടുത്തായിട്ട് യെല്ലോ ഗ്രൗണ്ട് ഓർക്കിഡാണ്. 200 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതാണ് സൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ഇംഗ്ലീഷ് ഐവിയാണ്. യെല്ലോ വെരിഗേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണിത്. 80 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇതിന് നമുക്ക് പോട്ടിൽ മാത്രമല്ല വാൾ ക്രീപ്പറായിട്ടും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഈ പ്ലാന്റിൻ്റെ ഓരോ നോഡിൽ നിന്നും റൂട്ട് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ വാളിലൊക്കെ നന്നായിട്ട് പറ്റിപ്പിടിച്ച് വളരാനായിട്ട് ഈ പ്ലാന്റിന് സാധിക്കുന്നു. അടുത്തായിട്ട് യൂഫോബിയാണ്. യൂഫോബിയുടെ റെഡ് ഷെയ്ഡാണ്. തീരെ ഡോഫ് വെറൈറ്റി അല്ല, കുറച്ചൊന്ന് ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പാണ്. എന്നാൽ കൂടുതൽ പരിചരണം ഒന്നും ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് ബുഹീനിയ കോക്സീനിയ പ്ലാന്റ് ആണ്. 6 മാസത്തോളം പൂക്കൾ നീണ്ടു നിൽക്കുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ് ബുഹീനിയ പ്ലാന്റ്. 250 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ മിനിയേച്ചർ അലമാണ്ടയാണ്. മിനിയേച്ചർ അലമാണ്ടയുടെ ഒരു പ്രത്യേകത, ഇത് ഡോഫായി നിന്നിട്ട് തന്നെ നിറഞ്ഞു പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇസ്രായേൽ ഫിഗ് ആണ്. ഇസ്രായേൽ ഫിഗ് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കായ പിടിക്കുന്ന ഒരു ഫിഗ് വെറൈറ്റി കൂടിയാണ്. നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട് തന്നെയാണ്. അത്യാവശ്യം മധുരമൊക്കെ ഉള്ള ഒരു ഫിഗാണ് ഇതിൽ, ഒരു അത്തിയാണ് ഇതിലുണ്ടാകുന്നത്. 190 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തായിട്ട് വെരിഗേറ്റഡ് അലമാണ്ടയാണ്. വെരിഗേറ്റഡ് അലമാണ്ടയുടെ പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത്. ലീഫുകൾ വെരിഗേറ്റഡ് ലീഫായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് ഗാർലിക് വൈനാണ്. ഗാർലിക് വൈന് ഒരു ക്രീപ്പറായിട്ടും കുറ്റിച്ചെടിയായിട്ടും വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ്. നമുക്ക് ചട്ടിയിലും വെട്ടി ഒതുക്കി നിർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒലീവ് പ്ലാന്റ് ആണ്. ഒലീവിൻ്റെ ലെയർ ചെയ്ത പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 180 രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് വരുന്ന പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ഗൾഫീനിയ പ്ലാന്റ് ആണ്. ഗൾഫീനിയയുടെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള മെച്ചുവറായ പൂക്കളൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട ഒരു പ്ലാന്റ് കൂടിയാണ്. നമ്മളടുത്ത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 100 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ഐപ്പോമിയ പ്ലാന്റ്.
കാർഡിനൽ ക്രീപ്പർ എന്നും ഇതിന് പേരുണ്ട്. 500 രൂപയാണ് പ്രൈസ്. ആ പ്രൈസ് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട, അത്രയും ബുഷിയായ വലിയ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. നന്നായി ക്രീപ്പ് ചെയ്ത് തുടങ്ങിയ മൊട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് ഈ സൈസിലുള്ള പ്ലാന്റ് വിത്തൗട്ട് പോട്ടായിട്ടാണ് അയക്കുക. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് ആണ്. വൈറ്റ് ബോട്ടിൽ ബ്രഷ് എന്ന് പറയുമ്പോൾ ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് പൊതുവെ ഒരു ട്രീ ആകുന്ന ടൈപ്പാണ്. എന്നാൽ ഇതിന് പോട്ടിലൊക്കെ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹൈറ്റ് വെച്ച് മരം പോലെ ആവില്ല. നെക്സ്റ്റ് വൺ വരുന്നത് അസേലിയ പ്ലാന്റ്സ് ആണ്. അസേലിയയുടെ സിംഗിൾ പെറ്റലാണ്. ഈ ഒരു കളർ മാത്രമാണ് നമ്മളടുത്ത് സിംഗിൾ പെറ്റലിൻ്റേത് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല വെൽ റൂട്ടഡ് ആയ മൊട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ലെഗസ്ട്രോമിയ പ്ലാന്റ് ആണ്. ലെഗസ്ട്രോമിയയുടെ 3 കളേഴ്സ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. മഴയായതുകൊണ്ട് കുറച്ചൊന്ന് ലീഫ് ഒഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് വൈറ്റ് ചെമ്പകമാണ്. വൈറ്റ് ചെമ്പകത്തിൻ്റെ നല്ല ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാകുന്നു. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ചെമ്പകം. യെല്ലോ ചെമ്പകവും ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യെല്ലോ ചെമ്പകത്തിലും പെട്ടെന്ന് തന്നെ പൂവാകും. ഇതുപോലെ നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ് 230 രൂപയ്ക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഒരുവിധം എല്ലാ ഓഫറിലും നമ്മളിത് ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ പ്ലാന്റിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റ് കൂടിയാണിത്. നെക്സ്റ്റ് വൺ സെൻറ്റ് ജോൺസ് വോർട്ട് ആണ്. യെല്ലോ മെലസ്ട്രോമ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ ഇതിൻ്റെ ആ ഒരു തണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ നാരോ ആയിട്ടുള്ള ഒരു സ്റ്റെമ്മാണ് ഇതിന് വരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആയിരിക്കും. അടുത്തായിട്ട് ഡെയ്ലിലിയാണ്. ഡെയ്ലിലിയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 100 രൂപയാണ്. മഴയത്തായാലും വെയിലത്തായാലും ഒക്കെ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നു. മഴക്കാലത്താണ് എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതലായിട്ട് പൂക്കൾ കാണാറുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് ഡബിൾ പെറ്റൽ അലമാണ്ടയാണ്. 120 രൂപയാണ് പ്രൈസ്. ഒരുപാട് വലിയ പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ, ചെറിയ പ്ലാന്റ് തന്നെയാണ്. ഇപ്പോൾ അടുത്താണ് നമ്മുടെ നഴ്സറിയിൽ ഈ ഒരു പ്ലാന്റ് എത്തിയത്. അടുത്തായിട്ട് മെക്സിക്കൻ ഫ്ലെയിം വൈനാണ്. ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. എന്നാൽ ഒരുപാട് പടർന്നു കയറാതെ തന്നെ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ. നെക്സ്റ്റ് വൺ വരുന്നത് വിയറ്റ്നാം ഏർലിയാണ്. നമുക്ക് ഡ്രമ്മിലോ നിലത്തോ ഒക്കെ വെക്കാൻ പറ്റിയ ഒരു ജാക്ക് ഫ്രൂട്ട് വെറൈറ്റി കൂടിയാണിത്. അടുത്തായിട്ട് വരുന്നത് ട്രംപറ്റ് വൈനാണ്. ഓടുമുല്ല. വർഷത്തിലൊരു തവണയാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. പൂക്കളുണ്ടാകുമ്പോൾ ഇല കാണാതെ നിറഞ്ഞ് പൂക്കളുണ്ടാവുകയും ചെയ്യുന്നൊരു ക്രീപ്പർ വെറൈറ്റി കൂടിയാണിത്. ആദ്യകാലം തൊട്ടേ നമ്മുടെ വീടുകളിലൊക്കെ കണ്ടുവന്നിരുന്നൊരു ക്രീപ്പർ വെറൈറ്റിയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് ഗാർഡീനിയാണ്. ഗാർഡീനിയയുടെ ഡ്വാഫ് വെറൈറ്റിയാണ്. ചെറിയ പ്ലാന്റ്സിൽ തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാകുന്നുണ്ട്. നല്ല സുഗന്ധമുള്ള പ്ലാന്റ് കൂടിയാണ് ഗാർഡീനിയ ഗന്ധരാജ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ്. അടുത്തായിട്ട് നാനോക്കാണ്. നാനോക്ക് ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് ലോ ലൈറ്റിൽ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ്. എന്നാൽ നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്തായിരിക്കണം സെറ്റ് ചെയ്തിരിക്കേണ്ടത്. നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡൻ സൈപ്രസ് ആണ്. ഗോൾഡൻ സൈപ്രസിനെ വെട്ടി ഒതുക്കി നിർത്തി ഏത് ഷേപ്പിലും നമുക്ക് വളർത്താനായിട്ട് സാധിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. കട്ടിങ്സ് ഉപയോഗിച്ചാണ് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് അമേരിക്കൻ ഹോളിയാണ്. അമേരിക്കൻ ഹോളിയിൽ ഇതുപോലെ ചെറിയൊരു ഫ്രൂട്ട്, ഒരു ബെറി ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. 100 രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത്. വിത്തൗട്ട് പോട്ടായിട്ട് കവറിലേക്ക് മാറ്റിയ ശേഷമാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് തമ്പർജിയ കോക്സീനിയ. എല്ലാ സമയത്തും എല്ലാ കാലാവസ്ഥയിലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റി കൂടിയാണ് തമ്പർജിയ കോക്സീനിയ. അടുത്തായിട്ട് വരുന്നത് ഒരു ശ്രബ് വെറൈറ്റിയാണ് വയലറ്റ് ജാസ്മിൻ. വയലറ്റ് ജാസ്മിനിലും എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്നു. ഒരുപാട് സുഗന്ധം ഉണ്ടാകുന്നില്ല, എന്നാൽ ജാസ്മിൻ്റെ ഫ്ലവർ ബോർഡിലെയാണ് ഈ പ്ലാന്റ് കാണുന്നത്. അടുത്തായിട്ട് പോണിറ്റൈൽ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ്. 750 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പോട്ടോട് കൂടെ തന്നെയാണ് ഈ പ്ലാന്റ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കനകാംബരമാണ്. ഓറഞ്ച് കനകാംബരം. കനകാംബരത്തിൻ്റെ ഡ്വാഫ് വെറൈറ്റിയാണ്. ഹൈബ്രിഡ് ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റി കൂടിയാണിത്. കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് യെല്ലോ ചെമ്പകം. യെല്ലോ ചെമ്പകവും ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ്. എന്നാൽ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. അത്യാവശ്യം വലിയ മെച്ചുറായി നിൽക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ്. ഇത് നമ്മളടുത്ത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. നെക്സ്റ്റ് വൺ വരുന്നത് ഹണിസക്കിളാണ്. എല്ലാ സമയത്തും അതുപോലെ തന്നെ മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണിത്. ഒരുപാട് മെച്ചുറാവാതെ തന്നെ ഇതിൽ പൂക്കളാവുന്നു. നെക്സ്റ്റ് വൺ ബിഗ്നോണിയ ക്രീപ്പറാണ്. ബിഗ്നോണിയ ക്രീപ്പർ ഒരു ഹാർഡി വെറൈറ്റിയാണ്. ഒരുപാട് പടർന്നു പോകുന്നൊരു ക്രീപ്പർ വെറൈറ്റി അല്ല. ഇതിന് നമുക്ക് പോട്ടിലും വളർത്താം, വെട്ടിയൊതുക്കി അതുപോലെ തന്നെ നിലത്തും വളർത്താനായിട്ട് സാധിക്കുന്നതാണ്. 100 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത്
നന്ദ്യാർ വട്ടാണ്. നന്ദ്യാർ വട്ടത്തിൻ്റെ ഡബിൾ പെറ്റലാണ്. ഇതൊക്കെ ആദ്യം മുതലേ നമ്മൾ വീടുകളിൽ ഉള്ളതാണ്. ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ കാണാറില്ല. ഡബിൾ പെറ്റലിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപയാണ്. അടുത്തായിട്ട് വാട്ടർ ബാമ്പു ആണ്. വാട്ടർ ബാമ്പു ഇതുപോലെ നമുക്കൊരു ബോട്ടർ പ്ലാന്റ് ആയിട്ട് വളർത്താം, അതുപോലെ തന്നെ ഒരു ഹാഫ് ഇൻഡോർ ആയിട്ടും വളർത്താനായിട്ട് സാധിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ചൈനീസ് ഹാറ്റാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ചൈനീസ് ഹാറ്റിൽ ഉണ്ടാകുന്നത്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും അയക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് ബ്ലാക്ക് ലില്ലിയാണ്. ബ്ലാക്ക് ലില്ലി ബ്ലാക്ക് ലീഫുകളാണ് ഇതിനുള്ളത്. പൂക്കൾ ഒരു പിങ്ക് ഷെയ്ഡിലാണ് കാണുന്നത്. ഇതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ്. ബാക്കി പ്ലാന്റ്സുകളിൽ നിന്നും ഒരു വ്യത്യസ്തമായ ലീഫാണ് ഈ ബ്ലാക്ക് ലില്ലിക്ക് ഉള്ളത്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ക്യാൻഡിൽ പ്ലാന്റ് ആണ്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ലോലിപോപ്പ് പ്ലാന്റിൻ്റെ ഒക്കെ ഒരു ഫാമിലി പെട്ട പ്ലാന്റ് കൂടിയാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാം. അടുത്തായിട്ട് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഈ ഡബിൾ ഷെയ്ഡാണ്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ യെല്ലോ ഉള്ളത് കൊണ്ട് തന്നെ ഏതാണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് മൾട്ടി പെറ്റൽ റംഗൂൺ ക്രീപ്പറാണ്. നിങ്ങൾ ഇൻട്രോയിൽ ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. ആ പ്ലാന്റ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര മോഹം തോന്നും. നമുക്ക് ആ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല തിക്കായിട്ട് കൊല കൊലയായിട്ടാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. ചെറിയ പ്ലാന്റ് ഒന്നല്ല കേട്ടോ 350 രൂപയ്ക്ക് ലഭിക്കുന്നത്. ഈ സൈസിൽ മൊട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. അടുത്തായിട്ട് വരുന്നത് ബുഷ് ഓറഞ്ചാണ്. ബുഷ് ഓറഞ്ച് എല്ലാ സമയത്തും ഫ്രൂട്ട് ഉണ്ടാകുന്നു, എന്നാൽ ഇതിന് മധുരം ഉണ്ടാവില്ല, നല്ല പുളിയായിരിക്കും. അപ്പോൾ നമുക്ക് തൊലിയോട് കൂടെ തന്നെ ജ്യൂസ് അടിച്ച് കഴിക്കാനായിട്ടും സാധിക്കും. എൻ്റെ പ്രൈസ് 70 രൂപയാണ്. അടുത്തായിട്ട് ഡോഫ് മധുമാലതി പ്ലാന്റ് ആണ്. ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പല്ല, ഡോഫായിട്ട് നിന്നിട്ട് പൂക്കളുണ്ടാകും. മധുമാലതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, റംഗൂൺ ക്രീപ്പർ തന്നെ. അതിൻ്റെ ഡോഫ് ടൈപ്പ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് 80 രൂപയ്ക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് ബ്രെയിനിയ പ്ലാന്റ് ആണ്. ലീഫാണ് ഇതിൻ്റെത് ഈ ഭംഗി കൊടുക്കുന്നത്. ഇതിൽ പൂക്കളൊന്നും ഉണ്ടാവില്ല, എന്നാൽ ഈ ഒരു വെരിഗേറ്റഡ് ഷെയ്ഡിലുള്ള ലീഫുകൾ കാണാൻ നല്ല ഭംഗിയാണ്. വൈറ്റും പിങ്കും നിറത്തിലാണ് ഇതിൻ്റെ പുതിയ ലീഫുകൾ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ബ്ലീഡിംഗ് ഹേർട്ടാണ്. ബ്ലീഡിംഗ് ഹേർട്ട് പ്ലാന്റ് ശരിക്കും ക്രീപ്പർ വെറൈറ്റിയാണ്, എന്നാൽ ഇതിനെ സ്ട്രബായിട്ട് നമുക്ക് വെട്ടി വളർത്തി എടുക്കാനും സാധിക്കുന്നതാണ്. 50 രൂപയാണ് പ്രൈസ്. അടുത്തായിട്ട് വരുന്നത് മൾട്ടി പെറ്റൽ സ്നോറോസ് ആണ് കേട്ടോ. ഈ പ്ലാന്റിനെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ബോൺസായി ആക്കിയെടുക്കാനും സാധിക്കുന്നതാണ്. അടുത്തായിട്ട് പെഡ്ലാന്തസ് ആണ്, വെരിഗേറ്റഡ് പെഡ്ലാന്തസ്. ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. നമുക്കിതിനെ ഹാങ്ങിങ് പോട്ടിൽ മാത്രമല്ല സ്റ്റാൻഡ് പോട്ടിലും വളർത്തിയെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡൻ ഗാർഡീനിയ പ്ലാന്റ് ആണ്. ഗോൾഡൻ ഗാർഡീനിയ 3 ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. വൈറ്റ്, ഒരു ഓഫ് വൈറ്റ്, പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ. നല്ല സുഗന്ധമുള്ള പൂക്കൾ കൂടിയാണ് ഇതിലുണ്ടാകുന്നത്. 60 രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് എലിയോ കാർപ്പസ് ആണ്. എലിയോ കാർപ്പസ് ഒരു ഹാർഡി വെറൈറ്റി സ്രബാണ്. എല്ലാ സമയത്തും ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നു. പൂക്കൾ കഴിഞ്ഞ് ചെറിയൊരു കായൊക്കെ വന്ന ശേഷം വീണ്ടും പൂക്കളായി തുടങ്ങുന്നു. അടുത്തായിട്ട് വൈറ്റ് ബ്ലീഡിംഗ് ഹേർട്ടാണ്. പിങ്ക് നമ്മൾ നേരത്തെ കണ്ടു. ഇതിൻ്റെ കപ്പ് വരുന്നത് ഒരു വൈറ്റ് ഷെയ്ഡിലാണ്. പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ വൈറ്റ് ബ്ലീഡിംഗ് ഹേർട്ട്. അടുത്തായിട്ട് വരുന്നത് കമേലിയ ജപ്പോണിക്ക പ്ലാന്റ് ആണ്. ഇതൊരു ചൈന ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ചെറിയ സൈസ് പ്ലാന്റിനാണ് കേട്ടോ 550 രൂപ വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത 365 ദിവസവും ഇതിൽ പൂക്കളായിരിക്കും. പിന്നെ പൂക്കളുണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കമേലിയ പ്ലാന്റ്സിൻ്റെ പൂക്കൾ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല. ഏത് ചൂടുള്ള കാലാവസ്ഥയിലായാൽ പോലും, ഡയറക്റ്റ് സൺലൈറ്റിലായാൽ പോലും ഇതിൽ നന്നായിട്ട് പൂക്കളുണ്ടാകുന്നു. ഈ ഒരു സൈസ് പ്ലാന്റിനാണ് 550 രൂപ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നീലക്കൊടുവേലി, ബ്ലൂ പ്ലംബാഗോ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപയാണ്. എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ പ്ലംബാഗോ. ഇതൊരു കുറ്റിച്ചെടിയായിട്ടാണ് വളർന്നു വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ഡേസി പ്ലാന്റ് ആണ്. മൾട്ടി പെറ്റൽ പൂക്കൾ ഉണ്ടാകുന്ന വൈറ്റ് ഡേസിയുടെ പ്രൈസ് വരുന്നത് 50 രൂപയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഓവർ വാട്ടറിങ് ആവാതെ ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് മ്യൂസിക്കൽ നോട്ടാണ്. ഇതൊരു സ്ട്രബ് വെറൈറ്റി തന്നെയാണ്. എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് തന്നെയാണ് ഈ മ്യൂസിക്കൽ നോട്ട്. കുറ്റിച്ചെടിയായി നിന്നിട്ട് ഒരു ഹണി സക്കിളിൻ്റെ ഒക്കെ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ്. തേനീച്ചകളെയും പൂമ്പാറ്റകളെയും ആകർഷിക്കാൻ കഴിവുള്ളൊരു പ്ലാന്റ് കൂടിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് റിപ്സാലിസ് ആണ്. റിപ്സാലിസിൻ്റെ ചെറിയ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സിനാണ് 60 രൂപ വരുന്നത്. വലിയ പ്ലാന്റും നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ 60 രൂപയ്ക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ അരിനെല്ലിയാണ്. എല്ലാ സമയത്തും ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അരിനെല്ലി. ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത്, ഇതിൻ്റെ ഈ അരിനെല്ലിയുടെ വീഡിയോ ഇട്ട സമയത്ത് കുറേ കസ്റ്റമേഴ്സ് പറയുന്നത് കേട്ടു ഇതെല്ലാ സമയത്തും കായില്ല എന്നുള്ളത്. നമ്മുടെ
മുറ്റത്തുള്ളത് കൊണ്ടാണ് ഇത്രയും ഷുവർ പറയുന്നത്. അടുത്തായിട്ട് വെരിഗേറ്റഡ് തമ്പർജിയാണ്. വെരിഗേറ്റഡ് തമ്പർജിയ നമ്മുടെ തമ്പർജിയ കോക്സിനിയയുടെ ആ ഒരു ഫാമിലി തന്നെയാണ്. ഇതിൻ്റെ ലീഫുകൾ മാത്രം വെരിഗേറ്റഡ് ലീഫായിരിക്കുന്നേ ഉള്ളൂ. അടുത്തായിട്ട് വരുന്നത് പർപ്പിൾ പാഷനാണ്. ഇതൊരു ഹാഫ് ഇൻഡോർ ആയിട്ട് ലോ ലൈറ്റ് ആയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ്. ഹാങ്ങിങ് പോട്ടിലോ സ്റ്റാൻഡ് പോട്ടിലോ ഒക്കെ നിങ്ങൾക്ക് ഇതിനെ വളർത്താനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ഇക്സോറ പ്ലാന്റ് ആണ്. പിങ്ക് ഇക്സോറയുടെ മിനിയേച്ചർ ടൈപ്പ് അല്ല, വലിയ പൂക്കളാണ് കേട്ടോ ഇതിലുണ്ടാകുന്നത്. ഇതിൻ്റെ ലീഫും വലിയ ലീഫുകളായിരിക്കും. 50 രൂപയാണ് പ്രൈസ്. അടുത്തായിട്ട് വരുന്നത് വൈറ്റ് തമ്പർജിയ ഇറക്റ്റ. തമ്പർജിയ ഇറക്റ്റയുടെ ഈ പൂക്കൾ കാണാൻ ഒരു വൈറ്റ് അലമാണ്ടയുടെ ഒക്കെ പൂക്കൾ പോലെയാണുള്ളത്. ഇതൊരു ലേശം സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ബ്ലൂ ആണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആകുന്ന പ്ലാന്റ് ആണ്. എന്നാൽ വൈറ്റ് കുറച്ചൊരു സ്ലോ ഗ്രോത്ത് ആണ്. ഇതിനെ നമുക്കൊരു ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് ഓറഞ്ച് ഇക്സോറ. ഓറഞ്ച് ഇക്സോറയൊക്കെ നമ്മുടെ പണ്ട് കാലം തൊട്ടേ വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ്. എന്നാൽ ഇപ്പോൾ നമുക്കങ്ങനെ കോമൺ ആയിട്ട് കാണാനില്ല ഈ പ്ലാന്റ്. നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന, നിറഞ്ഞു പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഓറഞ്ച് ഇക്സോറ പ്ലാന്റ്. അടുത്തായിട്ട് ഹിബിസ്കസ് ചിലീഷ്യസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് ഹിബിസ്കസിൻ്റെ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഡിഫറെൻ്റ് ആണ്. ലാൻഡ് ലോട്ടസിൻ്റെ ഒക്കെ ഒരു ഫ്ലവർ പോലെയാണ് ഇതിൻ്റെ പൂക്കളുണ്ടാകുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് 130 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് വൈറ്റ് ബേർഡ് ഓഫ് പാരഡൈസ് ആണ്. നമ്മൾ ഓറഞ്ച് നേരത്തെ കണ്ടു. വൈറ്റിൻ്റെ പ്രൈസ് വരുന്നത് 180 രൂപയാണ്. ബേർഡ് ഓഫ് പാരഡൈസിൻ്റെ ഒരു പ്രത്യേകത, ഇതിനെ നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താനായിട്ട് സാധിക്കും. രണ്ടായാലും നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ്. അടുത്തായിട്ട് ടെക്കോമ ക്യാപ്പൻസിസ് ആണ്. ടെക്കോമ ക്യാപ്പൻസിസിനെ ഇതിലെപ്പോലെ പോട്ടിലോ നിലത്തോ ഒക്കെ വെട്ടിയൊതുക്കി വളർത്താൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ്. കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്നു മാത്രമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നല്ല ബുഷിയായിട്ട് പൂക്കളുണ്ടാവും. അടുത്തായിട്ട് ഓറഞ്ച് ബേർഡ് ഓഫ് പാരഡൈസ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 160 രൂപയാണ്. വൈറ്റ് പോലെ തന്നെ നമുക്ക് പുറത്തും അതുപോലെ തന്നെ അകത്തളങ്ങളിലും ഒക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ഓറഞ്ച് ബേർഡ് ഓഫ് പാരഡൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ഫയർ സ്പൈക്ക് എന്നറിയപ്പെടുന്ന ഒരു സ്റ്റെബ് പ്ലാന്റ് ആണ്. ഒരു കുറ്റിച്ചെടിയായിട്ട് നിന്നിട്ട് തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഈ മഴ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തും ഇതിൽ നിറച്ചും പൂക്കളാണ്. അടുത്തായിട്ട് വരുന്നത് പിങ്ക് കമേലിയ പ്ലാന്റ് ആണ്. കമേലിയയുടെ 5 വെറൈറ്റീസ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. അതിൽ 3 കളേഴ്സ് എങ്ങാനുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കമേലിയ കോംബോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് റിബൺ ബുഷ് പ്ലാന്റ് ആണ്. റിബൺ ബുഷും നമുക്കൊരു ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ്സ് തന്നെയാണ്. ലീഫി പ്ലാന്റ് ആണ്. ഇതുപോലെ ബുഷി ആയിട്ട് നിന്ന് എല്ലാ സമയത്തും ഇങ്ങനെ ഫുൾ ഗ്രീൻ ആയി നിൽക്കുന്ന പ്ലാന്റ് ആണ്. അടുത്തായിട്ട് വരുന്നത് പിങ്ക് ജാസ്മിൻ ആണ്. പിങ്ക് ജാസ്മിൻ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 80 രൂപയാണ്. നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റി കൂടിയാണിത്. ഇത് സീസണലാണ്, എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാവാറില്ല. അടുത്തായിട്ട് വരുന്നത് ജെയ്ഡ് പ്ലാന്റ് ആണ്. ജെയ്ഡ് പ്ലാന്റും അതുപോലെ തന്നെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. മാത്രമല്ല ഇതിനെ നമുക്ക് ബോൺസായി ആക്കി എടുക്കാനും സാധിക്കുന്നതാണ്. അടുത്തായിട്ട് വരുന്നത് കമേലിയയുടെ ഈ ഒരു ഡബിൾ ഷെയ്ഡാണ്. റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഡബിൾ ഷെയ്ഡ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നതും 170 രൂപയാണ്. കട്ടിങ്സ് ഉപയോഗിച്ച് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതും പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. അടുത്തായിട്ട് വരുന്നത് കുറ്റിമുല്ലയാണ്. കുറ്റിമുല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് പ്രത്യേകിച്ച് സീസണിൽ മാത്രമല്ല ഇതിൽ പൂക്കളുണ്ടാകുന്നത്. എല്ലാ സമയത്തും കുറ്റിമുല്ലയിൽ പൂക്കളുണ്ടാകുന്നു. ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പാരിജാതമാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലാന്റാണ് ഈ പാരിജാതം. 180 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല മെച്ചുറായ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതുപോലെ നല്ല ഫ്രഷ് പ്ലാന്റ്സുകളായിരിക്കും. അടുത്തായിട്ട് വരുന്നത് കാസിബൈ ഫ്ലോറയാണ്. ഇത് കുറ്റിച്ചെടിയായി നിന്നിട്ട് എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ കാലാവസ്ഥ വ്യതിയാനമൊന്നുമില്ലാതെ ചൂട് കാലാവസ്ഥയിലൊക്കെ ഇതിൽ പൂക്കളുണ്ടാകുന്നു. അടുത്തായിട്ട് എൽഡർ ബെറിയാണ്. എൽഡർ ബെറി നമ്മൾ നിലത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഹൈറ്റ് വെച്ച് പോകുന്ന പ്ലാന്റ് ആണ്. എന്നാൽ ഇതിനെ പോട്ടിലും വളർത്താം. നെക്സ്റ്റ് വൺ വരുന്നത് ബ്രൺഫെൽസിയ പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റാണ് കേട്ടോ. പൂക്കളും മൊട്ടുകളൊക്കെ ആയി നിൽക്കുന്ന വലിയ പ്ലാന്റാണ്. ഈ സൈസിലുള്ള പ്ലാന്റ് വിത്തൗട്ട് പോട്ടായിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ കോട്ടൺ പ്ലാന്റ് ആണ്. ഇതിൻ്റെ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. മൾട്ടി പെറ്റൽ പൂക്കളായിരിക്കും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 120 രൂപയാണ്. നല്ല ഭംഗിയുള്ള ഡബിൾ പെറ്റിലായി നിൽക്കുന്ന മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഈ പൂക്കൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പൂവാകുന്ന സമയത്ത് ലീഫ് മുഴുവൻ കൊഴിഞ്ഞിട്ടുണ്ടാവും. അടുത്തായിട്ട് ലോറ പെറ്റിലാണ്. ലോറ പെറ്റിലും പിങ്ക് കളറിലുള്ളൊരു പൂക്കൾ ഇതിലുണ്ടാകുന്നുണ്ട്. പക്ഷെ പൂക്കളെക്കാൾ ഭംഗി ഇതിൻ്റെ ലീഫിനാണ്. നല്ല മെറൂൺ ഷെയ്ഡിലുള്ള ലീഫായിരിക്കും. അടുത്തായിട്ട് പാസിഫ്ലോറയുടെ പിങ്ക് വെറൈറ്റിയാണ്.
പാസിഫ്ലോറയും ഒരുപാട് മെച്ചുർ ആവാതെ പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാകുന്നൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. ബ്രൻഫെൽസി അഥവാ യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 60 രൂപ മാത്രമാണ്. അടുത്തായിട്ട് വരുന്നത് കെയിൻ ബിഗോണിയാണ്, ഓറഞ്ച് കെയിൻ ബിഗോണിയ. ഇതിൻ്റെ ലീഫ് ഗ്രീനിൽ ഡോട്ട് വരുന്നതാണ്. എന്നാൽ ഇതിലുണ്ടാകുന്ന ഫ്ലവർ കണ്ടില്ലേ, ഇതുപോലെ ഓറഞ്ച് ഷെയ്ഡിലുള്ള പൂക്കളായിരിക്കും. അടുത്തായിട്ട് ഫിഷ് ബോൺ കാറ്റസ് ആണ്. ഫിഷ് ബോൺ കാറ്റസിൽ നമ്മുടെ നൈറ്റ് ക്യൂൻ്റെ ഒക്കെ ഫ്ലവർ പോലത്തെ പൂക്കളാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇതിൻ്റെ ലീഫ് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഒരു വെറൈറ്റി ലീഫാണ്, ഫിഷ് ബോൺ പോലെ തന്നെ വെട്ടായിട്ടുള്ളൊരു ലീഫാണ് ഉണ്ടാകുന്നത്. അടുത്തായിട്ട് ചൈനീസ് ട്രംപറ്റാണ്. ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഓരോ നോഡിൽ നിന്നും ഇങ്ങനെ വേര് വരുന്നത് കൊണ്ട് തന്നെ നമുക്കിതിനെ പടർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് 130 രൂപയ്ക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് ബാംബു ഓർക്കിഡാണ്. നമുക്ക് കൂടുതൽ പരിചരണമൊന്നുമില്ലാതെ നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ സാധാരണ പോട്ടി മിക്സിൽ, നോർമൽ പോട്ടി മിക്സ്, നമ്മുടെ മണ്ണും ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള ആ ഒരു പോട്ടി മിക്സിൽ വളർത്താൻ പറ്റിയൊരു ഓർക്കിഡ് വെറൈറ്റിയാണിത്. 140 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് വരുന്നത് വെരിഗേറ്റഡ് മെലസ്ട്രോമ പ്ലാന്റ് ആണ്. 100 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇതങ്ങനെ ഒരുപാട് കാലമൊന്നും ആയില്ല നമ്മുടെ നഴ്സറിയിൽ എത്തിയിട്ട്. അടുത്തായിട്ട് ബ്ലൂ ജെയ്ഡ് വൈൻ ആണ് കേട്ടോ. ബ്ലൂ ജെയ്ഡ് വൈന് എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. റെഡ് ജെയ്ഡ് വൈൻ പോലെ ഓരോ സീസണിലല്ല. റെഡ് ജെയ്ഡ് നമുക്കൊരു വർഷത്തിൽ 4 തവണയാണ് പൂക്കൾ ഉണ്ടാകുന്നത്. എന്നാൽ ബ്ലൂ ജെയ്ഡിൽ എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്നു. കട്ടിങ്സ് ഉപയോഗിച്ച് പിടിപ്പിച്ച ഈ പ്ലാന്റിന് 450 രൂപയാണ് പ്രൈസ്. അടുത്തായിട്ട് ബ്ലൂ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ്. ഇത് ഹൈബ്രിഡ് ടൈപ്പാണ്, ഡ്വാഫ് വെറൈറ്റിയാണ്. അതുകൊണ്ട് ഒരുപാട് ഹൈറ്റുള്ള പ്ലാന്റ്സുകളായിരിക്കില്ല. ഇതായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബൊളീവിയൻ സൺസെറ്റ്. ഇത് കുറേ ആയിട്ട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴേക്കും അടുത്ത അടിയിൽ നിന്നും പുതിയ തൈ പൊട്ടി വന്ന് വീണ്ടും പുതിയ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് വൺ ലോലിപ്പോപ്പാണ്. ലോലിപ്പോപ്പും അതുപോലെ തന്നെ നമ്മൾ നല്ല ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്നു. ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ബുഷിയായി നിന്നിട്ട് നന്നായിട്ട് പൂക്കൾ തരുന്നൊരു പ്ലാന്റാണ് ലോലിപ്പോപ്പ് പ്ലാന്റ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു മിക്സഡ് കളർ ലെൻഡാന പ്ലാന്റ് ആണ്. മൾട്ടി കളറായിട്ടുള്ള 3 നിറത്തിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. അടുത്തായിട്ട് പവിഴമല്ലിയാണ്. പവിഴമല്ലി ശരിക്കും ഒരു കുറ്റിച്ചെടിയാണ്. എന്നാൽ നമ്മൾ നിലത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കുറേ സമയം കൊണ്ട് ഇതൊരു മരമായിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് റിപ്സാലിസിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടത് ജിഫി പ്ലാന്റ് ആയിരുന്നു. ഇത് ഹാങ്ങിങ് പോട്ടിലുള്ള വലിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 200 രൂപയാണ്. നെക്സ്റ്റ് വൺ ലെമൺ വൈൻ ആണ്. ലെമൺ വൈനിൻ്റെ പൂക്കൾ കാണാൻ മാത്രമല്ല ഇതിൻ്റെ ആ ഫ്രൂട്ട് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് പ്ലൂമേറിയ പ്ലാന്റ് ആണ്. ഇതിന് പാലാച്ചമ്പകം എന്നൊക്കെ പറയുന്നുണ്ട്. 200 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും. അടുത്തായിട്ട് അക്കാലിഫ പ്ലാന്റ് ആണ്. ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. ക്രീപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്ലൈംബിംഗ് വെറൈറ്റിയാണ്. ഇതിനെ നമുക്ക് ഹാങ്ങിങ് പോട്ടിലും അതുപോലെ ബോട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് ക്ലറോഡൻഡ്രാണ്. ക്ലറോഡൻഡ്രത്തിൻ്റെ 2 കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഇതുപോലെ ഇതിൻ്റെ കപ്പ് മെറൂൺ ഷെയ്ഡിൽ വരുന്നതും അതുപോലെ ഗ്രീൻ ഷെയ്ഡിൽ കപ്പ് വരുന്നതും അവൈലബിൾ ആണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് സ്യൂഡ്രാന്തിമം പ്ലാന്റ് ആണ്. ഇതൊരു ലീഫി പ്ലാന്റ് ആണ്. ഫ്ലവർ ഉണ്ടാകും, പക്ഷേ ഫ്ലവറിനേക്കാൾ കൂടുതൽ ഭംഗി ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. ഇതിൻ്റെ ഒരു വൈറ്റ് ആൻഡ് പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലവറുകളാണ് ഇതിൽ ഉണ്ടാകുന്നത്. അടുത്തായിട്ട് മൈലാഞ്ചി മെഹന്തി പ്ലാന്റ്. ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു പ്ലാന്റാണ്. എണ്ണ കാച്ചുന്നതിനും അതുപോലെ ഒരുപാട് ഉപയോഗങ്ങൾക്ക് ഉള്ളൊരു പ്ലാന്റ് കൂടിയാണ്. നമുക്ക് തലയിൽ തേക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ്. മാത്രമല്ല നഖം ചോപ്പിക്കാൻ നല്ല ഭംഗിയാണ്. അടുത്തായിട്ട് വെരിഗേറ്റഡ് ഗ്രൗണ്ട് ഐവിയാണ്. ഈ ഗ്രൗണ്ട് ഐവിനെ നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വളർത്താനും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഒരു ഭാഗം ഇങ്ങനെ കവർ ചെയ്യിക്കാനായിട്ട് പെട്ടെന്ന് പറ്റുന്നൊരു പ്ലാന്റാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ലോക്കസ്റ്റ് ആണ്. ബ്ലാക്ക് ലോക്കസ്റ്റ് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഇതൊരു മരമായി മാറുന്നുണ്ടോ എന്ന്. കുറേ വർഷങ്ങൾ കൊണ്ടൊക്കെയാണ് ഇതൊരു മരമാവുന്നുള്ളൂ. അടുത്തായിട്ട് വരുന്നത് പ്രൈഡ് ഓഫ് ഇന്ത്യ മണിമരുത് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ലെഗസ്റ്റോമിയയുടെ ഫാമിലിപ്പെട്ട പ്ലാന്റ് ആണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പോട്ടിലായാലും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്രഹ്മകമലമാണ്. ബ്രഹ്മകമലം വർഷത്തിൽ 1 തവണയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. ആ ഉണ്ടാകുന്ന സമയത്ത് നല്ല സുഗന്ധമുള്ള പൂക്കൾ, രാത്രിയിലാണ് പൂക്കൾ വിരിയുന്നത്. എന്നാൽ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ചിലരുടെയൊക്കെ വിശ്വാസം അനുസരിച്ച് ഇത് വെക്കുന്നത് വളരെ ഭാഗ്യമാണെന്നാണ് പറയുന്നത്. അടുത്തായിട്ട് പനാമ റോസ് ആണ്. പനാമ റോസ് ഒരുവിധം എല്ലാ ഓഫർ വീഡിയോയിലും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ടാണ്
വീണ്ടും വീണ്ടും നമ്മളതിനെ ഉൾപ്പെടുത്തുന്നത്. അടുത്തായിട്ട് യെല്ലോ ഫ്യൂഷനാണ്. കലാത്തിയുടെ യെല്ലോ ഫ്യൂഷൻ്റെ പ്രൈസ് വരുന്നത് 75 രൂപയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ഹോയാണ്. ഹോയയുടെ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് 50 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ 5 വെറൈറ്റീസ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഈ ഒരു സൈസ് പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ലീഫും ഫ്ലവറും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, വളരെ ചെറിയ ലീഫുകളും അതുപോലെ തണ്ടും വളരെ നാരോ ആയിട്ടുള്ള തണ്ടുകളായിരിക്കും. അടുത്തായിട്ട് വരുന്നത് ഹൈബ്രിഡ് മധുമാലതിയാണ്. ഹൈബ്രിഡ് മധുമാലതി മറ്റ് മധുമാലതി പ്ലാന്റിനെ അപേക്ഷിച്ച് വലിയ ലീഫുമാണ്. അതുപോലെ തന്നെ പൂക്കളാണെങ്കിൽ ഒരു മെറൂൺ ആൻഡ് റെഡ് ഷെയ്ഡിലുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത്. ഇതുപോലെ ലീഫ് കണ്ടില്ലേ, വളരെ വ്യത്യസ്തമായ ലീഫാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ബുഹീനിയ പ്ലാന്റിൻ്റെ വലിയ സൈസുള്ള പ്ലാന്റ് ആട്ടോ. നമ്മൾ നേരത്തെ ചെറിയ പ്ലാന്റ് കണ്ടിരുന്നു. കുറച്ചുകൂടെ മെച്ചുറായി നിൽക്കുന്ന, ചിലതിലൊക്കെ മൊട്ടായി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ഹൈഡ്രാഞ്ചിയാണ്. വൈറ്റ് ഹൈഡ്രാഞ്ചിയയും ഹൈബ്രിഡ് ടൈപ്പാണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതൊരു ലെമൺ വൈറ്റ് ആണ് കേട്ടോ. വിരിഞ്ഞ് വരുന്ന സമയത്ത് ലെമൺ വൈറ്റ് ആയിട്ടാണ് കാണുന്നത്, പിന്നീടാണ് പ്യുവർ വൈറ്റ് ആവുന്നത്. അടുത്തായിട്ട് ബ്ലൂ പാസിഫ്ലോറ പ്ലാന്റ്. 2 കളേഴ്സാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, പിങ്കും ബ്ലൂവും. അടുത്തായിട്ട് വരുന്നത് റിബൺ ഗ്രാസ് ആണ്. നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടും ഇൻഡോർ ആയിട്ടും വെർട്ടിക്കൽ ഗാർഡനിലും എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് കൂടെയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് റോസീഡോ പ്ലാന്റ് ആണ്. ഇതൊരു കുറ്റിച്ചെടിയാണ്. 80 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തായിട്ട് വരുന്നത് സ്കൾ ക്യാബ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 80 രൂപയാണ്. വിത്തൗട്ട് പോട്ടായിട്ടാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. ഇതുപോലെ നല്ലൊരു മജന്ത ഷെയ്ഡിലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. അടുത്തായിട്ട് വെരിഗേറ്റഡ് കാനാലിലിയാണ്. ഡോഫ് വെറൈറ്റിയാണ്. വെരിഗേഷനോട് കൂടിയ ലീഫും ഓറഞ്ച് ഫ്ലവറുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയക്കുന്നത്. ഇത് കിഴങ്ങിൽ നിന്നും പെട്ടെന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടായി വരുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് അബൂട്ട്ലോൺ മെഗാപൊട്ടാമിക് ആണ്. ഇതിനെ ക്രീപ്പർ, അബൂട്ട്ലോൺ ക്രീപ്പർ എന്നും വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിനിയേച്ചർ അബൂട്ട്ലോൺ എന്ന പേരിലും വിളിക്കുന്നുണ്ട്. ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് 70 രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തായിട്ട് വരുന്നത് വൈറ്റ് പെട്രിയ പ്ലാന്റ് ആണ്. ഇതിപ്പോൾ ഒരു പോട്ടിലാണ് ഈ പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും നിറഞ്ഞ പൂക്കളാണ്. ഇതൊരു ക്രീപ്പർ വെറൈറ്റി ആണെങ്കിലും നമുക്ക് വെട്ടി ഒതുക്കി ഇതുപോലെ നിർത്താനായിട്ടും സാധിക്കും. ഈ സൈസിലുള്ള പ്ലാന്റാണ് 70 രൂപയ്ക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് വെരിഗേറ്റഡ് ബ്രൻഫെൽസിയ പ്ലാന്റ് ആണ്. വെരിഗേറ്റഡ് ലീഫും ഫ്ലവർ സെയിം തന്നെയാണ്. വൈറ്റ്, പിങ്ക്, പർപ്പിൾ ഷെയ്ഡിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഇതുപോലെ വെരിഗേറ്റഡ് ലീഫുകളായിരിക്കും. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് വാട്ടർ ജാസ്മിൻ പ്ലാന്റ് ആണ്. റൈറ്റിയ എന്നുള്ള പേരിലും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു കുറ്റിച്ചെടിയാണിത്. നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഈ റൈറ്റിയ പ്ലാന്റ്സിൽ ഉണ്ടാകാറുള്ളത്. തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് 90 രൂപയ്ക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് സ്നോറോസ് ആണ്. വെരിഗേറ്റഡ് ലീഫും അതുപോലെ തന്നെ വൈറ്റ് സിംഗിൾ പെറ്റൽ പൂക്കളുമാണ് ഈ വെരിഗേറ്റഡ് സ്നോറോസിൽ ഉണ്ടാവുന്നത്. ഒരു ചെറിയ ഷെയ്ഡിൽ വെക്കുകയാണെങ്കിലാണ് ഇതിൻ്റെ ആ ഒരു ശരിക്കുള്ള വെരിഗേഷൻ മനസ്സിലാവുന്നുള്ളൂ. അടുത്തായിട്ട് പീലിയ പ്ലാന്റ് ആണ്. ഇതിനെ ഒരു ലോ ലൈറ്റ് ആയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ്. ലീഫി പ്ലാന്റ് ആണ്. ചെറിയ പൂക്കൾ ഉണ്ടാകും, പക്ഷെ പൂക്കളേക്കാൾ ഭംഗി ലീഫിനാണ്. ഓവർ വാട്ടറിങ് ആവാതെ ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റ് ആണ്. അല്പം ചകിരിച്ചോറ് ചേർത്ത് പോട്ട് മിക്സ് ആണ് നല്ലത്. അടുത്തായിട്ട് യെല്ലോ ബേഡ് ഓഫ് പാരഡൈസ് ആണ്. ബേഡ് ഓഫ് പാരഡൈസിൻ്റെ 2 ടൈപ്പ് നമ്മൾ നേരത്തെ കണ്ടു, ഓറഞ്ചും വൈറ്റും. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ക്രീപ്പർ വെറൈറ്റിയാണ്. യെല്ലോ മാൻഡിവില്ലയുടെ നാടൻ ടൈപ്പ്. യാതൊരു കീടശല്യങ്ങളും ഇല്ലാതെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് യെല്ലോ മാൻഡിവില്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 100 രൂപയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ബേബി സൺറോസ് ആണ്. നോർമൽ ടൈപ്പ് നമ്മൾ നേരത്തെ കണ്ടു. വെരിഗേറ്റഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. 50 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ഫൈക്കസ് റെപ്പൻസ് ആണ്. ഇതിന് ഇതുപോലെ ഹാങ്ങിങ് പോട്ടിലും നമുക്ക് വളർത്താം. അതുപോലെ തന്നെ ഒരു വാൾ ക്രീപ്പറായിട്ടും വളർത്താനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തായിട്ട് ബോൺസായി പ്ലാന്റ് ആണ്. ഫൈക്കസ് ബോൺസായി ആണ്. ഇതിനെ നമ്മൾ ഫുൾ ഇൻഡോർ ആയിട്ട് വെക്കരുത്. ഇതിൻ്റെ ലീഫിന് ഡാമേജ് സംഭവിക്കും. അതുകൊണ്ട് അത്യാവശ്യം വെളിച്ചമുള്ള ഭാഗത്ത് വേണം വെക്കാനായിട്ട്. അടുത്തതായിട്ട് ബ്രോക്കൺ ഹെർട്ട് ആണ്. ബ്രോക്കൺ ഹെർട്ട് നമുക്കൊരു ഇൻഡോർ ആയിട്ടും വളർത്താം, ഔട്ട്ഡോർ ആയിട്ടും വളർത്താനായിട്ട് സാധിക്കും. ഇതിൻ്റെ ലീഫ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതുപോലെ ഒരു കുത്തുകുത്തായിട്ടുള്ള ലീഫുകളാണ് ഇതിൽ ഉണ്ടാകുന്നത്.
അടുത്തായിട്ട് നമ്മൾ ഓഫർ വീഡിയോയിൽ ആദ്യമായിട്ട് ആഡ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് സ്റ്റാർലൈറ്റിൻ്റെ വൈൻ ടൈപ്പാണ്, ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പാണ്. അടുത്തായിട്ട് കൂഫിയ ഇഗ്നെ, സിഗരറ്റ് കൂഫിയ എന്നും ഇതറിയപ്പെടുന്നു. ഓറഞ്ച് പൂക്കളാണ്, ചെറിയ ചെറിയ പൂക്കളായിരിക്കും ഇതിലുണ്ടാകുന്നത്. ഡയറക്റ്റ് സൺലൈറ്റിലല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഫ്ലവറിങ് പ്ലാന്റ് കൂടെയാണിത്. ഈ സൈസ് പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് 60 രൂപയ്ക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് ഏഞ്ചൽ ബിഗോണിയയാണ്. ഏഞ്ചൽ ബിഗോണിയയുടെ പൂക്കൾക്ക് മാത്രമല്ല ലീഫിനും നല്ലൊരു ഭംഗിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് മെക്സിക്കൻ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ്. മജന്ത ഷെയ്ഡിലുള്ള മുട്ടുകൾ വന്ന് ഒരു പിങ്ക് ഷെയ്ഡിലുള്ള പൂക്കളാണ് ഇതിൽ വിരിയുന്നത്. ഈ സൈസ് പ്ലാന്റിനാണ് 130 രൂപ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് അവക്കാഡോ പ്ലാന്റ് ആണ്. അവക്കാഡോയുടെ ഗ്രാഫ്റ്റഡ് ടൈപ്പ് കേട്ടോ. ഗ്രാഫ്റ്റ് പ്ലാന്റിന് 190 രൂപയാണ് വരുന്നത്. എല്ലാ ക്ലൈമറ്റിലും ഫ്രൂട്ട് പിടിക്കുന്ന പുള്ളോക്ക് വെറൈറ്റിയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. അടുത്തായിട്ട് ആമസോൺ ബ്ലൂ ആണ്. എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു ശ്രബ് പ്ലാന്റ് കൂടിയാണ് ആമസോൺ ബ്ലൂ. നന്നായിട്ട് കുത്തി പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. നമുക്ക് കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ പെട്ടെന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപയാണ്. ഈ സൈസിലുള്ള പ്ലാന്റുകളാണ് അയക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് മണിമുല്ല പ്ലാന്റ് ആണ്. മണിമുല്ല പ്ലാന്റിൻ്റെ പ്രൈസ് 60 രൂപയാണ്. വർഷത്തിൽ ഒരിക്കലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. ഉണ്ടാകുന്ന സമയത്ത് നിറഞ്ഞ പൂക്കളായിരിക്കും. അടുത്തായിട്ട് വരുന്നത് ട്രീ ഫേൺ ആണ്. ട്രീ ഫേൺ ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് മാറ്റി വെച്ച് വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് കനേഡിയൻ കൊന്നയാണ്. കനേഡിയൻ കൊന്ന എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്നു. ഇത് നമ്മുടെ നോർമൽ കൊന്നയല്ല കേട്ടോ, കണിക്കൊന്നയല്ല, കനേഡിയൻ കൊന്നയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ലിപ്സ്റ്റിക് പ്ലാന്റ്, റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ്. മെറൂൺ ഷെയ്ഡിലുള്ള കപ്പും നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡിലുള്ള പൂക്കളുമാണ് ഈ റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റിന് ഇത്രയും അഴകേറുന്നത്. റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഈ സൈസിൽ ജിഫി പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത്. അടുത്തായിട്ട് ഗോൾഡ് ഫിഷ് ആണ്. നമുക്കൊരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയൊരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ് ഈ ഗോൾഡ് ഫിഷ്. ഹാങ്ങിങ് പോട്ടിലും അല്ലാതെയും വളർത്തിയെടുക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് റെഡ് ഹോയ പ്ലാന്റ് ആണ് കേട്ടോ. റെഡും പിങ്കും വൈറ്റും യെല്ലോയും ഒക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ്. 5 വെറൈറ്റീസിൻ്റെ കോംബോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഹോയ പ്ലാന്റ്സ് വാങ്ങിക്കാവുന്നതാണ്. വൈറ്റ് ഹോയ പ്ലാന്റും അവൈലബിൾ ആണ്. ഇതിൻ്റെയും ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത്. 50 രൂപ തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് ഏഞ്ചൽ ട്രംപറ്റ് ആണ്. ഏഞ്ചൽ ട്രംപറ്റിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നമുക്കിതൊരു ബോർഡർ പ്ലാന്റ് ആയിട്ടോ നിലത്തോ അല്ലെങ്കിൽ പോട്ടിലോ വളർത്താനായിട്ട് സാധിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അടുത്തായിട്ട് പെപ്രോമിയ പ്ലാന്റ് ആണ്. വെരിഗേറ്റഡ് പെപ്രോമിയയുടെ ഈ സൈസ് പ്ലാന്റിന് ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സിന് 30 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഹൈബ്രിഡ് പാഷൻ ഫ്രൂട്ട് ആണ്. സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ്. കാവേരി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണിത്. 50 രൂപയാണ് സീഡ് മുളപ്പിച്ച പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഇത്. ഒരുപാട് പുളിയുള്ള ടൈപ്പല്ല. അടുത്തായിട്ട് മൾബറിയാണ്. ഹൈബ്രിഡ് മൾബറിയാണ്. എന്നാൽ ഒരുപാട് സൈസ് വരുന്ന ടൈപ്പ് അല്ല കേട്ടോ ഇതിൻ്റെ ഫ്രൂട്ട് ചെറുതായിരിക്കും, എന്നാലും തിങ്ങി നിറഞ്ഞതിൽ കായ പിടിക്കുന്നുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് റെഡ് ഇക്സോറയാണ്. റെഡ് ഇക്സോറയുടെ ഹൈബ്രിഡ് വെറൈറ്റി അല്ല, നോർമലായിട്ട് കാണുന്ന നാടൻ വെറൈറ്റിയാണ്. വലിയ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ലീഫും അതുപോലെ തന്നെ വലിയ ലീഫായിരിക്കും. കൂടുതൽ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണിത്. നെക്സ്റ്റ് വൺ അവക്കാഡോയുടെ പുള്ളോക്ക് വെറൈറ്റി തന്നെയാണ്. എന്നാൽ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സ് ആണ്. ഈ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സ് ആകുമ്പോൾ നമുക്കൊരു 5 വർഷം കൊണ്ടൊക്കെയാണ് കായ പിടിച്ച് തുടങ്ങുന്നത്. അടുത്തായിട്ട് മെഡ്നില്ല പ്ലാന്റ് ആണ്. മെഡ്നില്ല പ്ലാന്റ് ഇതുപോലെ 3 നിറത്തിലാണ് പൂക്കളുണ്ടാകുന്നത്. ലൈറ്റ് പിങ്ക്, പിന്നെ ഒരു ഡാർക്ക് പിങ്കിലേക്ക് മാറും. അതിനുശേഷം ഒരു വയലറ്റ് ഷെയ്ഡിലുള്ള ഒരു ചെറിയൊരു കായ ഉണ്ടായിട്ടാണ് ഇത് കൊഴിഞ്ഞു പോകുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ജാസ്മിൻ പ്ലാന്റ് ആണ്. യെല്ലോ ജാസ്മിൻ കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. എന്നാൽ ഒരുപാട് അങ്ങോട്ട് പെട്ടെന്ന് പടർന്നു കയറി പോകുന്നതല്ല. ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് 60 രൂപയ്ക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബോവർ പ്ലാന്റ് ആണ്. പിങ്ക് ടെക്കോമ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. പാണ്ടൂരിയ ജാസ്മിനോയിഡ് എന്നാണ് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിം വരുന്നത്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് മഡഗാസ്കർ ജാസ്മിൻ്റെ മിനിയേച്ചർ ആണ്. വലിയ പൂക്കൾ ഉണ്ടാകുന്ന ടൈപ്പ് അല്ല കേട്ടോ, മിനിയേച്ചർ ടൈപ്പാണ്. 100 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ചെറിയ പ്ലാന്റ്സുകളാണ്. ഈ ഒരു സൈസിൽ കവറിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്.
നെക്സ്റ്റ് വൺ വരുന്നത് വയലറ്റ് പെട്രിയ പ്ലാന്റ് ആണ്. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇതിപ്പോൾ ഒരു പോട്ടിൽ തന്നെയാണ് ഈ ഒരു ഫ്ലവറും ഉണ്ടായി നിൽക്കുന്നത്. ചെറിയ പ്ലാന്റ്സിൽ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ പെട്രിയ പ്ലാന്റ്സുകൾ. ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ ഒരു ഡൗട്ടാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ഡെക്കോമ പ്ലാന്റ് ആണ്. വൈറ്റ് ഡെക്കോമ അല്പം ക്രീപ്പ് ചെയ്ത് പോകുന്ന ഒരു വെറൈറ്റിയാണ്. എന്നാൽ നമുക്കിതിനെ പോട്ടിൽ വളർത്തിയിട്ടും ഒരു സ്റ്റാൻഡൊക്കെ കൊടുത്ത് ഒരു സപ്പോർട്ട് കൊടുത്ത് അങ്ങനെയും വളർത്താനായിട്ട് സാധിക്കും. 50 രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ഫ്രാസർ ഐലൻഡ് ക്രീപ്പറാണ്. വർഷത്തിൽ 2 തവണയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൽ പൂക്കൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഫ്രാസർ ഐലൻഡിൽ ഉണ്ടാകുന്നത്. ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്നതാവട്ടെ അതിൻ്റെ ആ ഒരു മെച്ചറായി നിൽക്കുന്ന തണ്ടിലായിരിക്കും. ഈ സൈസ് പ്ലാന്റിനാണ് 60 രൂപ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് ഗോൾഡ് ഫിഷിൻ്റെ റെഡ് കളർ വരുന്ന കേട്ടോ. ഇതൊരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്താമെന്ന് ഞാൻ നേരത്തെ ആ ഓറഞ്ച് ഗോൾഡ് ഫിഷ് കാണിച്ചപ്പോൾ പറഞ്ഞിരുന്നു. നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു ഗ്ലേസിങ് നഷ്ടപ്പെട്ടു പോകും, പൂക്കൾ ഉണ്ടാവാനും താമസമാകും. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് നടുമ്പോൾ അതിന് വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്റ്റെമ്മും റൂട്ടൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ്. റെഡ് ഹൈഡ്രാഞ്ചിയൻ്റെ ഈ ഒരു പോട്ടിലുള്ള പ്ലാന്റ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും ചെറിയ പ്ലാന്റിൽ തന്നെ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത്. ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് 80 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കറി ലീവ്സ്, കറിവേപ്പിലയാണ്. ഇതിൻ്റെ വേരിൽ നിന്നും പുതിയ പ്ലാന്റുകൾ ഉണ്ടായി വന്നതാണ് നമ്മൾ പിടിപ്പിച്ചെടുത്തിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ്. ഒരു കവറിൽ 2, 3, 4 ഷൂട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഈ പ്ലാന്റാണ് 60 രൂപയ്ക്കായിട്ട് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കർട്ടൻ ക്രീപ്പർ പ്ലാന്റ് ആണ്. ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ടുള്ളൊരു ക്രീപ്പർ വെറൈറ്റിയാണ് കർട്ടൻ ക്രീപ്പർ. നമുക്കൊരു വോളൊക്കെ പെട്ടെന്ന് കവർ ചെയ്യാനായിട്ട് പറ്റിയൊരു ഓപ്ഷൻ കൂടിയാണിത്. 50 രൂപയാണ് ഈ സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് പിങ്ക് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ്. ഇതും ഡോഫ് വെറൈറ്റിയാണ്, ഹൈബ്രിഡ് ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. അടുത്തായിട്ട് സീഡ്ലെസ് ലെമൺ ആണ്. കട്ടിങ്സ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ പുതിയ പ്ലാന്റ്സുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ സൈസിൽ കവറിൽ വേര് പിടിപ്പിച്ച പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 90 രൂപയാണ്. അടുത്തായിട്ട് പോയിൻസിറ്റിയാണ്. റെഡ് പോയിൻസിറ്റിയുടെ ഒരു ട്വിസ്റ്റഡ് ടൈപ്പാണ്. നമ്മൾ വയനാട്ടിലൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണിത്. ആ ഫ്ലവർ ആകുന്ന സമയത്ത് ലീഫ് കുറവും നന്നായിട്ട് അതിൻ്റെ ശരിക്കും ഫ്ലവർ അല്ല ലീഫ് തന്നെയാണ് ആ ഒരു റെഡ് ഷെയ്ഡിലേക്ക് മാറുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് മെഡ്നില്ല മാഗ്നിഫിക് ആണ്. 1300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നമ്മൾ ഇതുവരെ ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തൊരു പ്ലാന്റാണിത്. ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. മെഡ്നില്ല നമ്മൾ കോമൺ ആയിട്ട് കാണാറുണ്ട്, എന്നാൽ മാഗ്നിഫിക്ക പ്ലാന്റ് അങ്ങനെ കാണാറില്ല. ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഇതിപ്പോൾ അതിൻ്റെ ഒരു മൊട്ടാണ് നമ്മൾ കാണിച്ചത്. ഈ ഒരു സൈസിൽ വിത്ത് പോട്ടായിട്ടാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വോങ്ക ക്രീപ്പറാണ്. ഈ ഒരു ക്രീപ്പർ പ്ലാന്റിൽ വർഷത്തിൽ 2 or 3 തവണ മാത്രമാണ് പൂക്കൾ ഉണ്ടാകുന്നത്. എന്നാൽ ഉണ്ടാകുന്ന സമയത്ത് നിറഞ്ഞ പൂക്കളായിരിക്കും. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ഒരു ക്രീപ്പർ വെറൈറ്റി, ഫ്ലവർ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ക്രീപ്പർ വെറൈറ്റി കൂടിയാണിത്. നെക്സ്റ്റ് വൺ യെല്ലോ റൊസീഡോ പ്ലാന്റ് ആണ്. റൊസീഡോയുടെ 3 കളേഴ്സും നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ചെറിയ പ്ലാന്റ്സുകളാണ്. വലിയ പ്ലാന്റ്സ് ആദ്യം നമ്മൾ ഓഫറിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് ക്ലെറോഡെൻഡ്രം ഇൻഡേമ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇതൊരു ഹാർഡി വെറൈറ്റിയാണ്. ഇതിൻ്റെ പൂക്കൾ മാത്രമല്ല ലീഫ് കാണാനും നല്ല ഭംഗിയാണ്. നമുക്ക് ബോൺസായി ആക്കി എടുക്കാനൊക്കെ പറ്റിയ പ്ലാന്റാണ്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ലെഗസ്റ്റോമിയ പ്ലാന്റ് ആണ്. ഒരു മെറൂൺ ഷെയ്ഡ് ലീഫും നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡിലുള്ള പൂക്കളോടും കൂടി ഈ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിനെ നമുക്ക് പോട്ടിലും നിലത്തൊക്കെ വളർത്താനായിട്ട് സാധിക്കും. നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാലാണ് നന്നായിട്ട് പൂക്കളാവുന്നത്. അടുത്തായിട്ട് സെനീഷ്യോ ക്രീപ്പറാണ്. സെനീഷ്യോ ക്രീപ്പർ നമ്മുടെ നേരത്തെ കണ്ട മെക്സിക്കൻ ഫ്ലെയിം വൈനൊക്കെ പോലെ തന്നെ ഒരുപാട് മെച്ചൂർ ആവാതെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്നൊരു ക്രീപ്പർ വെറൈറ്റി കൂടിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തായിട്ട് ചൈനീസ് റെയിൻബെല്ലാണ്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. പെട്ടെന്ന് തന്നെ പൂക്കളാകുന്ന ഒരു സ്രബ് വെറൈറ്റിയാണിത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തായിട്ട് ജോൺ ക്രീപ്പറാണ്. ജോൺ ക്രീപ്പർ കുറച്ചൊന്ന് പടർന്ന് കയറിപ്പോകുന്ന ഒരു പ്ലാന്റ് ആണ്. എന്നാൽ നമ്മൾ വെട്ടി ഒതുക്കി നിർത്തുകയാണെങ്കിൽ ചെറിയ ബുഷിയായി നിന്നിട്ട് തന്നെ വേഗം പൂക്കളാകുകയും ചെയ്യും. ഇത് കണ്ടില്ല, ഈ ഒരു സൈസ് പ്ലാന്റിൽ തന്നെ പൂക്കളായിട്ടുണ്ട്.
നെക്സ്റ്റ് വൺ വരുന്നത് ലെഗസ്റ്റോമിയയുടെ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. പിങ്ക് ഷെയ്ഡ്, വൈറ്റ്, മെറൂൺ ഷെയ്ഡ്, റെഡ് ഷെയ്ഡ്, ഇങ്ങനെ 3 കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ കോംബോയും അവൈലബിൾ ആണ്. കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അതിന് പ്രത്യേകം കൊറിയർ ചാർജ് നൽകേണ്ടതില്ല. നെക്സ്റ്റ് വൺ വരുന്നത് ക്രോട്ടൺ പ്ലാന്റിൻ്റെ ഈ ഒരു ടൈപ്പാണ്. ഒരു നാരോ ലീഫായിട്ടുള്ള 3-4 കളേഴ്സാണ് ഈ ഒരു ലീഫുകൾക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപയാണ്. അടുത്തായിട്ട് വരുന്നത് പ്രിൻസസ് വൈനാണ്. ഇതിൻ്റെ ലീഫിനല്ല, ഇതിൻ്റെ റൂട്ടിനാണ് കൂടുതൽ ഭംഗി. ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇത് പെട്ടെന്ന് തന്നെ ഗ്രോത്തായി വരികയും ചെയ്യും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 80 രൂപയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീൻ ഐവിയാണ്. ഗ്രീൻ ഐവിയുടെ ഈ ഒരു പ്ലാന്റ് നമുക്കൊരു വാൾ ക്രീപ്പറായിട്ടും അതുപോലെ ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെയും കോംബോ നമ്മളടുത്ത് അവൈലബിൾ ആണ്. 5 വെറൈറ്റീസിൻ്റെ ഒരു കോംബോ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റ് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഓഫർ വീഡിയോയിൽ കൊണ്ടുവരുന്നത്. ഇപ്പോഴാണ് നമ്മുടെ നഴ്സറിയിൽ ഈ പ്ലാന്റ് എത്തിയത്. ഡബിൾ പെറ്റൽ ഇക്സോറ. കുറേ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്, പക്ഷെ നമുക്ക് ഇതുവരെ അവൈലബിൾ അല്ലായിരുന്നു. അടുത്തായിട്ട് ചൈന ഡോളാണ്. ചൈന ഡോളിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപയാണ്. വലിയ പ്ലാന്റ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് 50 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് നൈറ്റ് ക്യൂനാണ്. റെഡ് നൈറ്റ് ക്യൂൻ്റെ നല്ല വെൽ റൂട്ടഡ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 120 രൂപയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ ഒരു ദിവസമല്ല പൂ നിലനിൽക്കുന്നത്, ഒരാഴ്ചയോളം ഇതിൻ്റെ പൂക്കൾ നിലനിൽക്കുന്നു. ഈ സൈസ് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് ഒരു ഔഷധ ഗുണമുള്ള ഒരു അടിപൊളി പ്ലാന്റാണ് അരൂത പ്ലാന്റ്. അരൂത പ്ലാന്റിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. നെക്സ്റ്റ് വൺ വരുന്നത് ക്ലോറോഫൈലം പ്ലാന്റ് ആണ്. ഇതിനെ ഹാഫ് ഇൻഡോർ ആയിട്ടും വളർത്താനായിട്ട് സാധിക്കും. അതുപോലെ ഹാങ്ങിങ് പോട്ടിലും വളർത്താൻ നല്ല ഭംഗിയാണ്. നെക്സ്റ്റ് വൺ ഡോങ്കി ടെയിലാണ്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തായിട്ട് വരുന്നത് ഇരുമ്പൻപുള്ളിയാണ് കേട്ടോ. ഇരുമ്പൻപുള്ളിയുടെ ലെയർ ചെയ്ത പ്ലാന്റ്സുകളാണ് 60 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഉപ്പിലിട്ട് കഴിക്കാനും അച്ചാറുണ്ടാക്കുന്നതിനൊക്കെ നല്ല ടേസ്റ്റാണിത്. അത്യാവശ്യം ഔഷധ ഗുണമുള്ളൊരു ഫ്രൂട്ട് കൂടിയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ തമ്പർജിയ പ്ലാന്റ് ആണ്. ബംഗാൾ ട്രംപറ്റ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ടുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് ഈ ബ്ലൂ ട്രംപറ്റ്. ഇതിൻ്റെ വൈറ്റ് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്. നമ്മളടുത്ത് സെറ്റായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ബ്ലൂ മാത്രമാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് മെക്സിക്കൻ ക്യാൻഡിൽ. കുറേ ആയിട്ട് ഈ ഒരു പ്ലാന്റിന് നമ്മൾ ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല. ഇതൊന്ന് പിടിച്ച് കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്, റൂട്ടായി കിട്ടാൻ. പിടിച്ച് കിട്ടിയ റൂട്ടഡ് പ്ലാന്റ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വളർത്തിയെടുക്കാൻ എളുപ്പമാണ്. അടുത്തായിട്ട് ഇലഞ്ഞി പ്ലാന്റ് ആണ്. സീഡ് മുളപ്പിച്ച പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. ഒരു 2 വർഷം കൊണ്ടാണ് ഇത് അത്യാവശ്യം നന്നായിട്ട് പൂക്കളായി തുടങ്ങുന്നത്. ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം എടുത്ത് പറഞ്ഞത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് റൂട്ടിയ ഫ്രൂട്ടിക്കോസ എന്നറിയപ്പെടുന്ന മിക്കി മൗസ് എന്ന് കോമൺ ആയിട്ട് വിളിപ്പേരുള്ള ഈ ഒരു പ്ലാന്റ് ആണ്. ഇതുപോലെ നിറച്ചും ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളുണ്ടാകുന്ന പ്ലാന്റിന് പ്രത്യേകം പരിചരണം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തായിട്ട് ഇന്ത്യൻ ക്ലോക്ക് വൈൻ. ഇത് ശരിക്കും നമ്മുടെ തമ്പർജിയ തന്നെയാണ്. എന്നാൽ ഇത് വർഷത്തിൽ 1-2 തവണയാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. തമ്പർജിയയുടെ ലേഡി ഷൂ എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ക്ലോക്ക് വൈൻ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ഈ സൈസായിരിക്കും അയക്കുന്നത്. അടുത്തായിട്ട് വാക്സ് റോസ് ആണ്. വാക്സ് റോസ് നിങ്ങൾക്കറിയാം, ഡബിൾ പെറ്റൽ പൂക്കളാണ്. ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് നാടൻ ബ്രൺഫിൽസിയാണ്. നാടൻ ബ്രൺഫിൽസിയ ഹൈബ്രിഡിനെ അപേക്ഷിച്ച് എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാവില്ല. എന്നാൽ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നിറഞ്ഞ് പൂവുണ്ടാകും, നല്ല സുഗന്ധവുമാണ്. അടുത്തായിട്ട് മങ്കി ടെയിലാണ്. ഡോങ്കി ടെയിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അടുത്തായിട്ട് വരുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്, ബ്ലാക്ക് സീസി പ്ലാന്റ്. ഒരു ഡബിൾ ഷൂട്ടൊക്കെ ആയി നിൽക്കുന്ന ഈ സൈസ് പ്ലാന്റ് ആണ് 150 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. അടുത്തായിട്ട് വെരിഗേറ്റഡ് ഹിബിസ്കസ് ആണ്. ഇതിൻ്റെ ലീഫ് കാണാനാണ് കൂടുതൽ ഭംഗി കേട്ടോ. ഈ ഒരു വൈറ്റ് ലീഫിൽ റെഡ് ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അടുത്തായിട്ട് ഒളർ മാംഗോ. ഇത് കേരളത്തിൻ്റെ ഒരു തനതായിട്ടുള്ളൊരു മാംഗോ ആണ് ഈ ഒളർ മാംഗോ. കോഴിക്കോടാണ് ഇതിൻ്റെ ഫ്രൂട്ട് കൂടുതലായിട്ടും കാണപ്പെടാറുള്ളത്. 260 രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ലക്ഷ്മി കമൽ എന്നറിയപ്പെടുന്ന ഒരു കാറ്റസ് പ്ലാന്റ് ആണ്. നമുക്കൊരു ഹാഫ് ഇൻഡോർ ആയിട്ടും ഇതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. 120 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ആഫ്രിക്കൻ ജാസ്മിനാണ്.
130 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്നതെന്ന് മാത്രമല്ല നല്ല സുഗന്ധമുള്ള പൂക്കൾ കൂടിയാണ് ഇതിലുണ്ടാകുന്നത്. നമുക്ക് മഴയത്തായാലും വെയിലത്തായാലും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. അടുത്തായിട്ട് വരുന്നത് വൈറ്റ് പ്ലൂമേറിയ പ്ലാന്റ് ആണ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണ്. എന്നാലും എല്ലാവരുടെ ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആയിരിക്കില്ലല്ലോ. 120 രൂപയാണ് പ്രൈസ്. ഇത്രയും പ്ലാന്റ്സുകളാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100 രൂപയിൽ കുറഞ്ഞ പ്ലാൻസ് ആണെങ്കിൽ മിനിമം 3 പ്ലാൻസ് എടുക്കുമ്പോഴാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. DTDC കൊറിയർ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാൻസ് അയക്കുന്നത്. കോഡ് അവൈലബിൾ അല്ല. ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തി 7 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് പ്ലാൻസുകൾ അയക്കുന്നതാണ്. അൺബോക്സിങ് സമയത്തുള്ള വീഡിയോയോ ഫോട്ടോയോ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സമയത്തുള്ള കംപ്ലയിൻസിന് റീഫണ്ട് ചെയ്യുകയോ നെക്സ്റ്റ് പർച്ചേസിൻ്റെ കൂടെ പ്ലാൻസ് അയച്ചു തരികയോ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ആവശ്യമായ പ്ലാന്റ്സുകളുടെ നെയിം എഴുതി വയ്ക്കുകയോ അവയുടെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്ത ശേഷം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.